ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഒപ്പോൻ്റെ 5X9 അങ്ങനെ അവസാനം ഞാൻ ആക്ച്വലി വാങ്ങിച്ചതാണ്. റെഡ് കളർ 12GB 256GB വാങ്ങിച്ചാണ്. കുറേ പേരെ ഇതിൻ്റെ വീഡിയോ വേണമെന്ന് പറയുന്നു. എസ്പെഷ്യലി നമ്മൾ വിവോൻ്റെ X300ൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ റേഞ്ചിൽ വരുന്നൊരു ക്യാമറ ഫോൺ എന്ന് തന്നെ പറയാവുന്ന സാധനമാണ് നമ്മുടെ ഒപ്പോൻ്റെ ഈ സാധനം. ഇതും നമുക്ക് റെഡിനെ കിട്ടിയതിട്ടാ. 12GB 256GB. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ വിവോൻ്റെ റെഡാണ് കുറച്ചുകൂടി നല്ലത്. ഇതിൻ്റെ ആക്ച്വലി ഒരു റെഡും ഒരു പിങ്കിഷ് കളറും കൂടിയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രെയിം കുറച്ച് വേറെ കളറാണ്, ബാക്ക് സൈഡ് വേറെ കളറാണ്. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ ആകുമ്പോൾ കുറച്ച് ഡാർക്ക് റെഡ് കളറാണ്, ഇൻക്ലൂഡിങ് കേസ്. അപ്പോൾ വിവോൻ്റെ റെഡാണ് ശരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ വിവോൻ്റെ X300 ടൈപ്പായിട്ട് വരുന്നൊരു ഡിവൈസാണ് ഒപ്പോൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ വിവോൻ്റെ ഏറ്റവും പ്രശ്നമുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ സോഫ്റ്റ്വെയർ സൈഡാണ്. ഫൺ ടച്ച് ഓയിസ് മാറിയിട്ട് ഒറിജിനൽ ഓയിസ് വന്നെങ്കിലും ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ഓക്സിജൻ ഓയിസ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരുടെ കളർ ഓയിസ് ഓക്സിജൻ ഓയിസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അതായിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോഴും 1UI ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കളർ ഓയിസ് അല്ലെങ്കിൽ ഓക്സിജൻ ഓയിസ് തന്നെയാണ് ബെറ്റർ. അപ്പോൾ അതിൽ വരുന്നൊരു ഫോണാണ്, അതിൽ വരുന്നൊരു ക്യാമറ ഫോണാണ്. ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് ക്യാമറ സെൻസർ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ 50-50-50 പിന്നെ ലൂമിയോ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ക്യാമറ സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്തായാലും വഴിയേ പറയാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഇത് കുറേ ഫീച്ചേഴ്സ് കുറേ എന്താ പറയുക ഹാസൽ ബ്ലാൻഡായിട്ട് ടൈപ്പ് വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ OnePlusനായിരുന്നു ഹാസൽ ബ്ലാൻഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ OnePlus ഒപ്പോൻ്റെ കയ്യിലാണ്. അപ്പോൾ OnePlus ആക്ച്വലി ഇപ്പോൾ ഒപ്പോ അതിനെ ഒരു പെർഫോമൻസ് ബ്രാൻഡാക്കി മാറ്റാൻ പോവാം. ഗെയിമിംഗ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ Vivo IQനെ ഇറക്കിയില്ല അതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന OnePlusലൊക്കെ ക്യാമറ ഭയങ്കര ഡൗൺഗ്രേഡ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും. OnePlus 15 ആയിക്കോട്ടെ 16 ആയിക്കോട്ടെ ഇനി അങ്ങനെ വരാൻ പോകുന്നത്. അതിൽ OnePlus 15 ഇറക്കിയപ്പോൾ അതിന് ഹാസ് ബാൻഡ് എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് ഇനി അവർ ഈ 5X സീരീസുകൾക്ക് മാത്രമാക്കി വെച്ചേക്കുക ഒപ്പോ കേട്ടോ. അപ്പോൾ ഇനി ഈ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറഞ്ഞ സംഭവം OnePlus നിന്ന് പോയി ഓൾറെഡി പോയി, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്കിതിൽ 7,255 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമ്മുടെ വിവോയിലാവുമ്പോൾ നമുക്ക് 6,000 ഉള്ളൂ. പിന്നെ പ്രൈസൊക്കെ സെയിമാണ് വന്നിരിക്കുന്നത്. 74,999, മറ്റേൽ 75,999. പക്ഷേ കാർഡ് ഡിസ്കൗണ്ട് ഇതിന് 5,500 നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ Dimensity 95,000 സെയിം പ്രൊസസ്സർ തന്നെയാണ് വരുന്നത്. AMOLED ആണ്, 120 Hz ആണ്, 6.59 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇത് LTPS ആണ്, LTPO അല്ല, വിവോൻ്റെ LTPO ആണ്. അത് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. ബാറ്ററി പെർഫോമൻസ് എന്തായാലും ഇതിന് തന്നെ കൂടുതലിട്ടത് വേറെ കാര്യം. 1000 mAh കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ഞാൻ എന്തോ പറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കളർ ഓയിസ് 16 ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പ്ലസ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് എന്ന് പറയാൻ നമുക്കിതിൽ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 day ആവാറായിട്ടുണ്ട്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കണ്ട, jmg.banksupport.in. നിങ്ങൾക്ക് അതിൽ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമ്മുടെ റെഫറൽ ലിങ്ക് ബേസ്ഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സെറ്റാപ്പിൻ്റെയാണ് കേട്ടോ, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അതിലേക്ക് ഇതിൽ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട്. നമ്മുടെ ഫോൺ ഇതിലെ വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കേസ്, ഏത് കളറാണോ ആ കളറിൻ്റെ കേസ് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ. എന്താ പറയുക, റെഡാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ റെഡ് കളർ കേസ് കിട്ടിയിട്ടുണ്ട്. കേസിൻ്റെ ക്വാളിറ്റിയും വിവോ തന്നെ കുറച്ച് നല്ലത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കാർഡ് വരുന്നുണ്ട്. ഈ കാർഡിൽ നമുക്ക് ഒപ്പോൻ്റെ വാച്ച് ഇറങ്ങാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒപ്പോ പാഡ് സീരീസ് അത് ഇറങ്ങി. ഒപ്പോ എൻകോ X സീരീസ് TWS അത് വരാൻ പോകുന്നുണ്ട് പുതിയത്. പിന്നെ നമുക്ക് ചാർജറും കേബിളും വരും, ഒരു പിന്നും വരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാർജർ 80 വാട്ട് തന്നെയാണ്, അത് നമ്മൾ ഓൾറെഡി കുത്തിവെച്ചിരിക്കുകയാണ്. സെയിം അതേ സംഭവങ്ങളൊക്കെ തന്നെ, വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള സംഭവമൊന്നുമില്ല. പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്, വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ ഇതാണ് നമുക്ക് ബോക്സിൽ വരുന്ന കണ്ടൻറ്റ്. ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെ. ബോക്സിൻ്റെ പാക്കേജിങ് ചോദിച്ചു കഴിഞ്ഞാൽ വിവോൻ്റെ X300ൻ്റെ ബോക്സ് പാക്കേജിങ് തന്നെയാണ് കുറച്ചും കൂടി പ്രീമിയം. ഇത് നമ്മുടെ സാധാരണ ഒരു OnePlusൻ്റെ ഒക്കെ ബോക്സ് പോലെ തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല. ബോക്സ് ക്വാളിറ്റി ഇങ്ങനെയാണ്, ഒരു സിൽവർ ഫിനിഷാണ്. ബോക്സിൻ്റെ ഈ പോർഷനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഇതിൻ്റെ MRP ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു MRP ഒക്കെ 99,000 ഒക്കെയാണ് കേട്ടോ MRP വന്നിരിക്കുന്നത്. 200 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8 mm ആണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒപ്പോ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്, ഡിസംബർ 2025 മാനുഫാക്ചർ ചെയ്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത് കേട്ടോ. ഇതാണ് ഫോൺ. കേസ് ഇട്ടേക്കുന്നതാണ്. കേസ് ഊരി കഴിഞ്ഞാലും നല്ല കിടില. ഇതിൻ്റെ ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ലൂമിയോ സിസ്റ്റംസൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് സെപ്പറേറ്റ് ഇമേജ് പ്രോസസ്സിംഗ് സംഭവമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. പുതിയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേ, ക്യാമറ, ഇതാണ് ഞാൻ കേസ് ഊരി. അപ്പോൾ ഈ കളറാണ് കണ്ടത്. ഒരു ചെറുതായിട്ടൊരു പിങ്കിഷ് ഇല്ലേ,
പക്ഷേ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റെഡാണ്. പക്ഷേ ബാക്കായിപ്പോൾ അത് കുറച്ച് മോശമായി പോയി. ഇത് ശരിക്കുള്ള ഗ്ലാസ്സാണ്. ഈ വിവോൻ്റെ ഒറിജിനൽ ഗ്ലാസ് അല്ല, അതൊരു എന്താ പറയുക ഫൈബർ ഗ്ലാസ് പോലത്തെ സാധനമാണ്. അപ്പോൾ സ്ക്രാച്ച് വരും കൂടുതലാണ്. പിന്നെ നമ്മുടെ പ്ലസ് കീ പോലത്തെ സംഭവം വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് വേറൊന്ന് പേരാണ്. പിന്നെ ഹാസൽബ്ലാൻ്റെ ചെറിയ ഒരു ലോഗോ കാണാം. പിന്നെ 3 ക്യാമറ കാണാം. ഫ്രണ്ടിൽ 3 ക്യാമറ, സെൽഫി ക്യാമറ, ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആണ്. അതിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. നല്ല ഫാസ്റ്റാണ്. ഇതിൽ കുറേ ആഡല്ല, അങ്ങനത്തെ എന്താ പറയുക കുറേ ഫാഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എന്താ പറയുക വാൾപേപ്പറും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കളർ OS ആണ്. അതൊന്നും ഒരു ഇഷ്യൂസും സൂപ്പറാണ്. ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ കളർ OS 16 ആണ് വന്നിരിക്കുന്നത്. 16.0.5 ഓൾമോസ്റ്റ് നമ്മുടെ ഓക്സിജൻ OS തന്നെ. 256 GB. നമ്മളിതിൽ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. ലൂമിയോ ക്യാമറ സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് 32 ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതിന് ഇമേജ് പ്രോസസ്സിങ് ഡിഫറൻസ് വരുന്നുണ്ട്. അത് ഡിഫറെൻറ്റ് ടെക്നോളജി കേട്ടോ, അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Pro XDR ഡിസ്പ്ലേ സപ്പോർട്ട് iCare കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി പറഞ്ഞത് അവരുടെ പേര് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ക്യാമറ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് വലിയ നല്ല എന്താ പറയുക നമ്മൾ കട്ടയ്ക്ക് നിൽക്കാവുന്ന ഒരു ക്യാമറ തന്നെയാണ്. അതുപോലെ പ്രോസസ്സിങ്ങും അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത സെൽഫി. ഇതിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പോക്കറ്റ് 3ലാണ് കേട്ടോ. നമ്മുടെ മെയിൻ ക്യാമറ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എറണാകുളത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പുതിയ നമ്മളുടെ ഒരു മോണിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നിട്ടുണ്ട്. കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് സീരീസിൽ ഒരു ഗെയിമിംഗ് മോണിറ്റർ ആവശ്യമുണ്ടെങ്കിൽ ലിനോവേൻ്റെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു കണ്ടു നോക്കുക കേട്ടോ. ഫോട്ടോസ് ഉണ്ട്, നല്ല ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ഇഷ്യൂസ് കളറൊക്കെ അത്യാവശ്യം നല്ല പഞ്ചിനസ് കളറൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ സാമ്പിൾസൊക്കെ ഞാൻ സെപ്പറേറ്റ് വേറെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ക്യുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഓവർ റിവ്യൂ എന്നല്ല, ക്യുക്ക് ഒരു ഓവർ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് മെറ്റൽ ബിൽഡിങ് ആളിലൊക്കെയാണ് വരുന്നത്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടാന്ന് വിചാരിക്കുന്നു. എല്ലാ സംഭവങ്ങളും പറഞ്ഞു വിചാരിക്കുന്നു. ഇതിൽ ഈ സിം സപ്പോർട്ട് വരുന്നുണ്ട്. നാനോ സിമ്മാണ് വരുന്നത്. പിന്നെ സ്പീക്കർ കൊള്ളാൻ നല്ല ഡ്യുവൽ സ്പീക്കർ തന്നെയാണ് വരുന്നത്. അറ്റ്മോസും സംഭവങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്താ, അയ്യോ നമ്മുടെ മൈക്ക് തെറിച്ച് പോയതിനപ്പോൾ സ്നാപ്കി എന്നാണ് അവർ പറയണേട്ടോ. അതിന് സ്നാപ്കി. പിന്നെ ഇതിൽ ഫീച്ചേഴ്സിൻ്റെ പൂരാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ വിവോ അതിൻ്റെ അടുത്ത് കൂടെ പോവില്ല. കളർ OS തന്നെയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. OneUI കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. OneUI തന്നെ ടോപ്പ് ആൻഡ്രോയിഡിൽ നിൽക്കുന്നത്. OneUI കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ്. കസ്റ്റമൈസബിൾ ആയിക്കോട്ടെ, എന്താ പറയുക ആനിമേഷൻസ് ആയിക്കോട്ടെ, എല്ലാം ബെസ്റ്റ് വരുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ്. പിന്നെ ഇതിൽ 4 സെൻസർ ഉണ്ട് കേട്ടോ. 3 നല്ല ശരിക്കും വരുന്നത്. ഒരു ചെറിയൊരു സെൻസർ വേറെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ കാണാം. അതൊരു കളർ സെൻസറാണ്. അതവിടെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ക്യാമറയിൽ എത്രയ്ക്ക് അത് ഫോക്കസ് ആവുമെന്ന് പറയാൻ പറ്റില്ല കണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് 4 സെൻസർ വരുന്നുണ്ട് ബാക്കിൽ കേട്ടോ, റിയറിൽ. പിന്നെ ഇൻബിൽഡായിട്ട് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കളർ ഉണ്ട്. എൻ്റെ ഡിസ്പ്ലേ ഒക്കെ കിടിലൻ ഡിസ്പ്ലേ LTPS ആണെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അൾട്രാസോണിക് ആണ്. അപ്പോൾ അതിന് ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ കുറേ ബ്ലോട്ട്വേസ് കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് പിന്നെ ആപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് OnePlus അത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നമ്മുടെ ഹോം പേജിൽ കുറച്ച് ഈ പരസ്യമല്ല, നമ്മുടെ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിൻ്റെ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ ഡിസേബിൾ ചെയ്ത് അതിൻ്റെയാണ് നിങ്ങൾ നേരത്തെ കുറേ എന്താ പറയുക ഫാഷൻ ഐറ്റംസും കുറേ മോഡലിംഗ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഡിസേബിൾ ചെയ്യണം. ഞാൻ അത് അങ്ങനെ അങ്ങോട്ട് യൂസ് തുടങ്ങിയിട്ടില്ല. നമ്മുടെ 3ാമത്തെ സിം ഞങ്ങൾ ഇട്ടേക്കുന്നത്. പിന്നെ കാറ്റഗറിയൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാം, അത് ആപ്പിൻ്റെ ഇതായിട്ട്. ബാക്കി വലിയ പ്രത്യേകിച്ച് നമ്മൾ സംഭവം വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഇത്ര ദിവസമായിട്ടില്ല, കുറച്ച് മണിക്കൂറായിട്ടുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ അത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുണ്ട് Vivo X300ഉം ഇതുമായിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾ ഓൾറെഡി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് നോക്കാനും മറക്കണ്ട. ajay.banksupport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യാം. കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെയ്താലോ. അടുത്ത് വരണം.